നോക്കി പോടാ. ഭീകരാന്തരീക്ഷം പോലെ തോന്നുന്നുണ്ടോ? ഏയ് എന്ത് ഭീകരാന്തരീക്ഷം, വള്ളികളുണ്ട്. വേണം അഡ്വഞ്ചർ, അഡ്വഞ്ചർ മാൻ, അഡ്വഞ്ചർ. ഇവിടെ വേണം. ഇവിടെ അല്ലേ വേണ്ടതേ. നമുക്ക് ഒരു ഇതും കാണില്ല. നല്ല അടിപൊളി അടിപൊളി ആംബിയൻസ്. നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം അല്ലേ? എങ്ങനെ വൃത്തിയാക്കാനാ? ശവലില്ലാണ്ട് എടുത്ത് ശവലും മറ്റേ ഈ വള്ളികളെല്ലാം ഒന്ന് വെട്ടിയിട്ട്. ഇത് ഇവിടുന്ന് പോണില്ലേ? ഒരു മാസം നിൽക്കണം. അല്ലല്ല, ഈ ഇവിടെ ഹാമക്കെട്ടുണ്ടോ? ഓക്കെ, ബാഗ് ഇറക്കി വെക്കട്ടെ. ഭയങ്കര ക്ഷീണം. അയ്യോ, നടന്നിട്ട് എത്ര കയറി. ഡ്രോണോടൊക്കെ അല്ലേ? നിന്റെ കത്തി ഉണ്ടോടാ? എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. എനിക്കറിയായിരുന്നു ഇങ്ങനെ ലൊക്കേഷൻ ഇങ്ങനെ ആവും. എന്നിട്ട് ഇത് കത്തിയെടുക്ക്. ഇവിടെ കത്തിരുത്താലേ ഈ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി കളയാ. അതെ, എന്നിട്ട് അതിൻ്റെ മേളിൽ തൂക്കിയിട ബാഗ്. ഇപ്പോഴേ ഇരുട്ടായുടെ അവിടെ. ഒരു ബാഗ് ഇവിടെ തൂക്കാം അല്ലേ? ആ, എൻ്റെ ബാഗ് തൂക്കാൻ സ്ഥലമായി. താട്ട് പോയോ? എടാ പോയി. അയ്യോ, ആ റൗണ്ട് ലൈറ്റോ? ആ, അത് റൗണ്ടല്ല, അതുകൊണ്ട് ഉരുണ്ടുരുണ്ടങ്ങ് പോയി. എന്താ ചെയ്യാ? അതിപ്പോ താഴെ ഇറങ്ങണ്ടേ? നോക്കിയിറങ്ങ്. ഇതെന്താ ചെയ്യാ? താഴെ പോയി എടുക്കട്ടെ. ഒരു ക്യാമറ. എടാ, ക്യാമറ എടുക്കണതിൻ്റെ അല്ല, താഴെ എവിടെയാണെന്നറിയോ? അല്ല, എന്തായാലും താഴെ മുള്ള് മുള്ള്. ഇതാ ഈ വിറകൊക്കെ എടുത്ത് കത്തിക്കാലേ? ആ, അവിടൊക്കെ എടുത്ത് വെച്ചോ. അല്ല, എൻ്റെ ലൈറ്റ് എടുക്കടാ, ബേജാറാവണ്ട. അല്ല, ഈ ഇരുട്ടത്ത് ലൈറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കും. നേരത്തെ ലൈറ്റ് ഇല്ലേ? ലൈറ്റ് ഉണ്ട്, പക്ഷെ ഇത് കളയാൻ പറ്റില്ലല്ലോ. സാധനം പോയിന്ന് വെച്ചിട്ട് എൻ്റെ മോനെ, ഇതൊരു ഭാഗ്യം തന്നെ കേട്ടോ. എന്നാലും കയ്യും കാലും ഒക്കെ സാറില്ല. സാധനം കിട്ടിയില്ലേ വീണാലും? ഇങ്ങോട്ടത് കാണിച്ചടാ, ഇങ്ങോട്ട് തടി. മടുത്തില്ലേ ശരിക്കും? എൻ്റെ പൊന്നെ, ഇങ്ങനെ ഓരോ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അയ്യോ മുറിഞ്ഞോ? ഓ, മുള്ളു കുത്തി വലിച്ചിക്കണ് കയ്യൊക്കെ എൻ്റെ. സാറില്ല, ലൈറ്റ് കിട്ടിയില്ലേ? ലൈറ്റ് കത്തിച്ചു വെക്കാം എന്തായാലും. അല്ല, എന്താ അറിയോ, ഇത് സാധാരണത്തെ നിലയിലാണെങ്കിൽ ഇത് കിട്ടുമൊന്നുമില്ല. എങ്ങനെ കിട്ടാനാ? താഴേക്ക് പോയാൽ അങ്ങനെ കിട്ടും. ഇറങ്ങിയാലേ ഇതിവിടെ വെക്കാം അല്ലേ? ഒരു ലൈറ്റ് കൂടി ഉണ്ട്. അത് വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും തൂക്കിടാം അല്ലേ? ആ, ഇവിടെ തൽക്കാലം എടുക്കട്ടെ അല്ലേ? നമ്മളെ കത്തി ഇതുമ്പോൾ കൊത്തി വെക്കട്ടാ. ഇവിടെ എവിടെയെങ്കിലും മറക്ക, അല്ലെങ്കിൽ ഇത് കാണൂല കറുപ്പ. ഇവിടെ കൊത്തി വെക്കട്ടെ, ഇവിടെ വെക്കട്ടെ. അല്ലേ, ഇതേ കറുത്തതല്ലേ? പിന്നെ നമുക്ക് ഇങ്ങനെ ഇതും ഒരെണ്ണം കെട്ടാം, അതും ഒരെണ്ണം കെട്ടാം അല്ലേ? ആര് വേണേലും കെട്ടാം. നീ വേണേൽ കെട്ടിക്കോ, ഞാൻ അതിൻ്റെ അപ്പുറത്ത് കെട്ടാം. ഇതുമല്ല, ഇതുമലും. അപ്പം ഞാൻ ഇതുമലും അത് ആ ലൈറ്റ് വെച്ച കമ്പം നിലത്ത് കിടക്കണേ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കിടക്കാല്ലേ? അവിടെയും കിടക്കാം, പക്ഷെ ഇപ്പം കിടക്കണ്ട. ഇപ്പം നമുക്ക് കിടന്നാണ്. അതെ, ഇത് പന്നി എന്താ പോണ വഴിയാടാ? എന്ത് പന്നി? എവിടെ നോക്കിയാലും പന്നി. പന്നിയൊന്നല്ലേ ഇത്, വേറെ ഏതോ ജീവിയാ. അപ്പം എന്നാ പുലിയായിരിക്കും. വാ,
അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ വന്നിരിക്കുന്ന ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇല്ലേ മായ്ക്കാര? അതെ. പിന്നെ നമ്മളെ വന്ന പാടന്നെ മായ്ക്കാരൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാമറ ദേ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടാ പറയാം. ഞാൻ അവിടെ നോക്കുന്നത്. പിന്നെ ലൈറ്റ് ഇങ്ങനെ കണ്ണിലടിച്ചിട്ടേ. അപ്പോൾ ഞാൻ പിന്നെ വയനാട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഒരു പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഡ്രോൺ കിട്ടിയത് പറയാൻ വിട്ടുപോയി. അത് പറഞ്ഞില്ല. അത് കഴിഞ്ഞ വീഡിയോയിലും 2 വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ മറന്നുപോയി. പിന്നെ നമ്മൾ ഡ്രോൺ കിട്ടി, അത് നമ്മൾ കഴിഞ്ഞ് മിസ്സായ സ്ഥലത്തിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് കിട്ടിയത്. ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഇറങ്ങിയിട്ട് അതിന്റെ അപ്പുറം ഒരു ഫാം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒരു ഫാമിന്റെ ഒരു ഫെൻസിങ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയോട് പുള്ളി അന്ന് പറഞ്ഞിരുന്നു അവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. ഞാൻ പറഞ്ഞു ഞാനിത് ഈ ഫാമിന്റെ ഫെൻസിങ്ങിന്റെ അപ്പുറം ഒന്ന് നോക്കിയിട്ട് വരാൻ. പുള്ളി പറഞ്ഞു ഇത്ര ലോങ് ഒന്നും ഡ്രോണിന് പോകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഒരു 15 ദിവസത്തിന് ശേഷം നമുക്ക് കറക്റ്റ് ലൊക്കേഷനിൽ ഒരു ഇതേപോലെ ഒരു പാറയുടെ ഗ്യാപ്പിനകത്ത് കിട്ടി. എങ്ങനെയാ അതിന്റെ ലൊക്കേഷൻ പോയി പറഞ്ഞു നോക്കി പോയി. ഇവന് മല ഇറങ്ങിയില്ല, വേറെ ഒരു റോഡ് വഴി ഒരു വഴി ഉണ്ടായിരുന്നു. ലൊക്കേഷൻ ആരാ പറഞ്ഞത്? ലൊക്കേഷൻ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു മൊബൈൽ കടയിലെ. അങ്ങനെ ഈ ഇതേപോലെ ഒരു പാറിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ കയറിയിരിക്കുന്നതാണ് കിട്ടിയത്. ഇങ്ങനെ ആരോ കൊണ്ടുവച്ചതുപോലെ ഡ്രോൺ അവിടെ ഇരിക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് മൊബൈൽ കടയിൽ അവൻ്റെ അടുത്ത് കൊടുത്ത് ലൈറ്റ് കിട്ടിയതുപോലെ, എന്നിട്ട് മൊബൈൽ കടയിൽ അവൻ്റെ അടുത്ത് കൊടുത്ത് അവന് ഊരി ഒന്ന് ഹീറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചില്ല. എന്താ ഞങ്ങൾ ഇത്ര പാടുപെട്ടിട്ട് ചെയ്യുന്ന സംഭവമാണ്, ഇങ്ങനെ മെനക്കെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ. അപ്പോൾ അല്ല, അതുകൊണ്ട് അത് അങ്ങനെ പോകില്ല. പക്ഷെ ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. പക്ഷെ അത് പിന്നെ കിട്ടിയ വീഡിയോ മറ്റവൻ്റെ ചാനലിലുണ്ട്, വണ്ടിമല എന്നുള്ള നമ്മുടെ സുഹൃത്തിന്റെ ചാനലിലാണ് ഈ കിട്ടിയ വീഡിയോ. എന്താ വെച്ചാൽ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ ഉള്ള മൂഡിലല്ലായിരുന്നു. അവൻ പോയപ്പോൾ എന്തായാലും ആ വീഡിയോ എടുത്തു, അവനൊരു കണ്ടന്റ് ആക്കി വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ അത് കിട്ടിയ വീഡിയോ അവന്റെ വീഡിയോയിലുണ്ട് കേട്ടോ. അല്ലാതെ വീഡിയോ അവനത് അപ്ലോഡ് കണ്ടിട്ടില്ലല്ലോ, അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലേ? എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തായാലും അവനോട് അപ്ലോഡ് ചെയ്യാൻ പറയാം. എന്നിട്ട് എല്ലാവരും ഒന്ന് പോയി കാണല്ലേ. അത് കണ്ടെത്താൻ കഴിയാത്ത ഈ പുള്ളിക്ക് എവിടെയോ അർജന്റായിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് എന്തായാലും 15 ദിവസത്തിന് ശേഷം നനയ പോലും ചെയ്യാതെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി കഥ നമുക്ക് ചെയ്തോണ്ട് പറയാം. ഷോട്ട് ഇപ്പൊ ഞങ്ങളിപ്പോ വരുന്നപ്പോ എടുത്തത് അതൊക്കെ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. അല്ല, ഞാനത് പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ വീഡിയോയിലും ഡ്രോൺ ഷോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് പറയാൻ വിട്ടുപോയി. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതാ. പക്ഷെ അങ്ങനെ വിട്ടുപോയതാണ്, ശരിക്കും അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഡ്രോൺ കിട്ടി. ഇനി നമ്മൾ പതിയെ ഓരോരോ കാര്യങ്ങൾ പറയാം. നമുക്ക് ഹാമുക്ക് വെട്ടണം. മൊത്തം എനിക്കാണെങ്കിൽ ഈ മുള്ളിങ്ങനെ ആയിട്ട് ചൊറിയ, അതായത് ഇങ്ങനെ ട്രാക്ക് മുള്ളേ വള്ളി മുള്ള അങ്ങനെ വലിഞ്ഞിട്ട്. ഈ ലൈറ്റ് കാരണല്ല സാറില്ല, ലൈറ്റ് കാരണമാണ് ഇത്ര വെളിച്ചം കിട്ടുന്നത്. അല്ല, ലൈറ്റ് കിട്ടിയല്ലോ, പോയാ താഴെ കൊക്കയാ. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ കെട്ടാം. എവിടെ കെട്ടണ നീ? ഞാനിതാ ഇവിടെ ഈ വള്ളിയിലും ഇതിലും അല്ല ഇതിലോ? അല്ല ഇതിൽ കെട്ടാൻ പറ്റുമോ? ഇതിലാ കെട്ടണ്ടേ? അതിലും കെട്ടാം. ഞാൻ ഇതിലും ഓക്കെ, സെറ്റാക്കട്ടെ. ഹൈറ്റ് കൂടുന്നില്ലല്ലോ. ഹൈറ്റ് കൂടുവന്നാ? ഞാൻ ഹൈറ്റ് കുറയുന്ന മേടിച്ചിട്ടാ. അല്ല, ഇത് ഹൈറ്റ് കൂടുന്നില്ലല്ലേ? ഞാൻ ഇവിടെ കെട്ടട്ടെ. ഇത് വലിയ കാര്യം. കുഴപ്പമില്ലടാ, നിന്നോളൂല്ലേ? അടിപൊളിയാണല്ലോ. ഇരിക്കാൻ പറ്റുമോ? എൻ്റെ മോനെ. അപ്പം എന്തായാലും നമ്മുടെ ടെൻ്റൊക്കെ സെറ്റായി, അടിപൊളിയായി ഇല്ലടാ? സെറ്റപ്പായില്ലേ? ഇനി അങ്ങ് കിടന്നാൽ മതി അല്ലേ? ഭക്ഷണം വേണ്ട? ഭക്ഷണം വേണ്ട. ഞാനെന്തായാലും ഒന്ന് കിടന്നു നോക്കട്ടെ. മറ്റേ ആ ചായക്കടയില്ലേ വരുന്ന വയ്ക്കണ്ടേ, പുല്ലുമേന ചായക്കട അപ്പൂപ്പന്റെ. അവിടുന്ന് എന്താ കപ്പയാ? എന്താ മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങും ആ ചായയും കുടിച്ചതാ. ഞാൻ ഒരു കാപ്പി കുടിച്ചേ. ഒരു കാപ്പി. അതുകൊണ്ട് കുറച്ച് വിശപ്പ് മാറി. ഇപ്പൊ നല്ല വിശപ്പുണ്ട്. എന്തൊരു സുഖാടാ ഇങ്ങനെ കിടക്കാൻ, എന്തൊരു സുഖാലേ. പാറ തൊടുമ്പോ എന്താ തണുപ്പ് കേട്ടാ. ഇപ്പൊ ഒരു മഴയും കൂടി ചെയ്ത് പൊളിച്ചാനെ അല്ലേ? പൊളിക്കാ. ഇത് കാണുന്നൊക്കെ നല്ല പൊളിയായിരിക്കും, അനുഭവിക്കുന്നത് ഞങ്ങളാ. എല്ലാവരും മഴയോടെ പോയത് രസമായേ കാണുന്നവർക്ക്. രണ്ടാള് പറഞ്ഞത് കേട്ടാ,
രണ്ടുപേരും ഒന്നിച്ച് ഉറങ്ങരുത് എന്ന് പറയാം. ഇല്ലില്ല. ലൊക്കേഷൻ അത്ര സേഫ് അല്ല. പിന്നെ ഒരാൾ കിടക്കുക, ഒരാൾ അലേർട്ടായിരിക്കുക. അങ്ങനെയാണോ? ഇത് ബെഡ്റൂം അല്ല. അല്ല എന്നാലും ഇവിടെ അങ്ങനെ കുഴപ്പമുണ്ടാവൂടാ. പിന്നെ കുഴപ്പമില്ലാത്ത എന്താ, ഇതെവിടെ സ്ഥലം എവിടെയാ? നമുക്കൊരു കാര്യം ചെയ്തല്ലോടാ, ഫുഡ് അങ്ങ് റെഡി ആക്കിയാലോ. അല്ലെങ്കിൽ എന്താ അറിയോ, എന്നാ പണി ഞാൻ കഴിഞ്ഞില്ലേ. അത് നല്ല കാര്യം. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ അല്ല, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർത്തമാനം പറഞ്ഞ് അങ്ങനെ കിടക്കാം അല്ലേ. അത് ശരി, എന്നാ ശരി, അങ്ങനെ ഉണ്ടാക്കി തരാം. അല്ല നീ ഉറങ്ങിക്കോ. പണിക്കാരനെ കൂടെ കൂട്ടിയത് നീ ഉറങ്ങിക്കോ, ഞാൻ ഉണ്ടാക്കിയിട്ട് വിളിക്കാം എല്ലാം തിന്നിട്ട്. ഇത് തൽക്കാലം അങ്ങനെ പൊക്കി വെച്ചാലോ? അത് പൊക്കി വെച്ചോ അല്ലേ. സ്റ്റവ് എടുക്കണമെന്ന്. ഞാൻ ഷീറ്റ് എടുക്കട്ടെ. ഇത് ശരിക്കും എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ അടിയിൽ വിരിക്കാവുള്ളൂ. അങ്ങനെയാ? ഇത് വേഗം കീറുമത്. ഇത് ഞാനിഞ്ഞ് നിലത്ത് കിടക്കേണ്ടി വന്നാലോ എന്ന് ഉദ്ദേശിച്ചിട്ടേ ഞാൻ കൊണ്ടുവന്ന. ഇവിടെ വെച്ച് കുക്ക് ചെയ്യാലോ അല്ലേ. ആ ഗ്യാസ് കുറ്റി എടുക്ക്. ഇല്ല, ഇത് മാത്രല്ലേ തന്നിട്ടുള്ളൂ. ഇത് സെറ്റാക്ക്. ആ കത്തി എവിടാ? കത്തി എൻ്റെ അടുത്തുണ്ട്. ഉണ്ടോ? ചെറിയ കത്തി. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ അറിയോ? നമ്മുടെ ഒരു പ്രേക്ഷകന് കുറേ നാൾ കൊണ്ട് പറയുമായിരുന്നു കുറച്ച് ഉപ്പുമാവും കട്ടൻ ചായ ഉണ്ടാക്കാൻ. അപ്പോൾ അതായത് നമ്മൾ കുറേ നാളായി റവ മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപ്പുമാവും കട്ടൻ ചായ ഇല്ലടാ. ഇത് ഭയങ്കര കത്തിയല്ലോ. മിലിറ്ററി ഇതായിരുന്നു നിൻ്റെ അടുത്തുണ്ടായിരുന്നേ? മിലിറ്ററി. ഒരു കഷ്ണം സവാള എടുക്കണല്ലേ. മുട്ട വാങ്ങിയാ കേട്ടാ ചാക്കടയിൽ നിന്ന്. അല്ലെങ്കിൽ പ്രോട്ടീനൊന്നും കിട്ടില്ല. ആദ്യം നമുക്ക് ചട്ടി നോക്കട്ടെ. കത്തിയിട്ടെ. ഓ, വെളിച്ചെണ്ണ ചൂടായിട്ട് വയ്ക്കാം അല്ലേ. ഉപ്പുമാവിന് ഉപ്പ് എത്രയായാലും കുഴപ്പമില്ലല്ലോ. ഇല്ല, ഉപ്പുമാവിന് ഉപ്പല്ല വേണ്ട. കുറച്ച് തീ കുറയ്ക്കാം അല്ലേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടേ. ഇത് വാങ്ങിയതാ ഇന്നലെ മിഞ്ഞാന്ന് കണ്ട് നീ വാങ്ങിയില്ലേ? അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. മീൻകൂമ കറി വെച്ചേട്ടാ. മീൻകൂമ എന്ത്? മീൻകൂമ. അപ്പം മീൻകൂമൻ ഇവിടെ എവിടെ ഉണ്ടോ? അതിൻ്റെ മേലെ ഉണ്ടാവും, മരത്തിൻ്റെ മേലെ. ഇതെന്തിനാ മീൻകൂമൻ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ വെള്ളമില്ല തായ. ഈ റവയ്ക്ക് ഈ വെള്ളം മതിടാ. പോരാ പോരല്ലേ? കുറച്ചുകൂടെ വേണം.
വെള്ളം എൻ്റെ അടുത്തുണ്ട്, പ്രശ്നമില്ല. അല്ല വെള്ളം ഇല്ലായിട്ടല്ല, കൂടുതലാവരുതല്ലോ. ഇത് തിളച്ചടാ ഇടാല്ലേ. ഇട്ടേ ആ കേട്ടോ. ആ കത്തി കൊളത്തിക്കോ, അതിന്റെ ബാക്കിലില്ലേ ഇവിടെ അതാ ആ ക്ലിപ്പില്ലേ, ക്ലിപ്പ് അമർത്ത അതിനകത്തേക്ക്. ഇതോ അതല്ല ബ്ലാക്കിലുള്ള ക്ലിപ്പ്, ഇതിനെ കൊണ്ട് അമർത്തി പിടിക്കാൻ കഴിയില്ല അതിനെ. ഇങ്ങനല്ലേ? ആ ഞാനേ ഇത് പാത്രം നിറഞ്ഞല്ലോ. ഒരു പണിയുണ്ട്, അങ്ങോട്ടേക്കൊന്ന് പോയിട്ടുണ്ട്. എന്തേ? ഞാൻ ഈ കൂമന്റെ ശബ്ദം കേട്ടൊന്ന് കാണാൻ പറ്റുന്നു. കൂമന്റെ ശബ്ദം കേട്ട് അത് കേട്ടെന്ന് പറഞ്ഞാൽ അതിലൊന്നും പോവല്ലോ നീ. ഈ മരത്തിന്റെ മേലെ ഒച്ച കേട്ടു. ഇവിടെ നല്ലടാ കേട്ടത് ആണോ? ഇറക്കി വെക്കാല്ലേ. എന്തായി? കാണാൻ കിട്ടുന്നില്ല, മേലെയാന്ന് തോന്നുന്നുണ്ട്. മരത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതെ, ഉപ്മാവ് റെഡി. ഓ ഇവിടെ വെക്കട്ടെ. വിശന്നിട്ട് ഇപ്പോൾ റെഡിയാക്കി തരും. 2 മിനിറ്റ്. കുറച്ചുണ്ട് വെച്ചിട്ട് ഇതിനകത്ത് ഉണ്ടാക്കല്ലേ മുട്ട. പോകയല്ലോ. അതിൽ മുളക് വേണോ? മുളകിടാ. ഇപ്പൊ സവാളയിൽ ഇട്ടുള്ളൂ. കുരുമുളക് വേണോ? അതാണ് ഒരു ബോക്സ് ഇടാ. കുരുമുളക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കട്ടെ? വിളിക്കട്ടെ? അതിന് എന്താ ചെയ്യേണ്ടത് അറിയാം? ആ ഉപ്മാവ് എടുത്ത് ഇതിൻ്റെ അകത്തെടുത്ത് മിക്സ് ചെയ്യാം. വേണ്ട, എനിക്ക് കുറച്ച് അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് എടുത്തോളാം. അങ്ങനെയാണ്ട്? അല്ല, നീ മിക്സ് ചെയ്തോ. ഞാൻ മിക്സ് ചെയ്യാം. ഇതാ അല്ലടാ. കരിയുന്നു. ഇറക്കട്ടെ? പുള്ളിയാ? ഇല്ല, ഇപ്പൊ പുള്ളിയനെ. ചപ്പ് കൂട്ടി പിടിച്ചാൽ പോരെ? ഇല്ല, ഈ ഇല കൂട്ടി പിടിച്ചാൽ പോരെ? നിനക്ക് ഇതിനകത്ത് ഇടാനാ? ആ, എനിക്ക് സെപ്പറേറ്റ്. അല്ല, ഇതിനകത്ത് ഇടാനല്ലേ? ഞാൻ അതിൻ്റെ തന്നെ ഇട്ട് കഴിച്ചോളാം. ഞാൻ ഇതിനകത്ത് എടുത്തോ കുറച്ച്. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എടുത്തോ. നല്ല വിശപ്പുണ്ട് കേട്ടോ, സമയം കുറേ ആയി. ഒരു കട്ടൻ ചായ ആക്കട്ടെ? ഇട്ട് കട്ടൻ ചായ. ഉപ്മാവായി.
ഉണ്ട് അടിപൊളിയാ. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം ഉപ്മാവ്. നല്ല ചൂടുണ്ടല്ലോ. രസണ്ടാ. അപ്പം ഞങ്ങൾ ഉപ്മാവും മുട്ട ഓംപ്ലേറ്റും. എനിക്ക് ശകലം മതി ഇട്ടോ. എടുത്താ വേണ്ട. അല്ല മുട്ട ഓംലേറ്റ് എടുത്തോ. ഞാനിട്ടോ ആവശ്യത്തിന് എടുത്തോ. നമുക്ക് മതി. ഇതിനെന്തിനെത്ര? അല്ല നിങ്ങൾ കഴിച്ചോ, കഴിച്ചിട്ട് ബാക്കി പറഞ്ഞോ. മതി ഞാൻ പറഞ്ഞോ. ചായ നൽകുന്നുണ്ടല്ലേ. പൊടി ഇട്ടേ. പൊടി ഇട്ടേ. ആ പൊടി ഇട്ടോ. ഇതിപ്പോൾ ചൂടാറുണ്ടല്ലേ. കഴിച്ചോ. അപ്പോഴത്തേക്ക് ചായ റെഡി ആവുമല്ലോ. കട്ടൻ ചായയിൽ ഒരു ഏലക്കായും കൂടി ഇട്ടാലോ. ഓ പൊളിക്കും. അടിപൊളി കട്ടൻ വിത്തൗട്ടോ. തോട്ടാ മതി. നല്ല വിശപ്പുണ്ടേ. ഈ ഉപ്മാവ് നല്ല ടേസ്റ്റ് ആയാലോ അല്ലേ. ഇനി ഇതാക്കണല്ലേ പരിപാടി. ഉപ്മാവും കട്ടൻ ചായ അല്ലേ. സൂപ്പറായിട്ടുണ്ട്. ഏലക്കായൻ്റെ ടേസ്റ്റ് ഉണ്ട് അല്ലേ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ കൈപ്പുണ്യം അടിപൊളിയാക്കാം. അതെ നിങ്ങൾ ഉണ്ടാക്കിയുണ്ട്. ഈ കോമ്പിനേഷൻ സൂപ്പറാ അല്ലേ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ പിന്നെ അങ്ങ് അങ്ങനെ കഴിക്കും. എന്നാ പിന്നെ ഈ ചട്ടിയിലിട്ടം കഴിച്ചാൽ പോലും ഞാൻ. കഴിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസമായ കേട്ടോ. സെറ്റായില്ലേ. മഴ പെയ്തിരുന്ന കൊളയാണ് ഇവിടെ. മഴ പെയ്തിട്ടുണ്ട് ഒരു പരിപാടി നടക്കൂല. ഷീറ്റ് കെട്ടാൻ പോലും പറ്റില്ല അല്ലേ. ഷീറ്റ് കെട്ടിയിട്ടും കാര്യമില്ല. ഉള്ളു വള്ളികളല്ലേ. അതിലൂടെ ഇതിലൂടെ ഒക്കെ ഒരിക്കും. എന്താ സൗണ്ട് കേട്ടെ. ക്യാമറ എങ്ങനെ ഓണായി തന്നെ ഓണായതാ. ഫ്ലാഷും കത്തി. ഫ്ലാഷും കത്തി. ടോർച്ചോടെ സൗണ്ടും കേട്ട്. അതെങ്ങനെടാ. അതെങ്ങനെ. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചാണല്ലോ. ശരി ഒരു ലൈറ്റ് പെട്ടെന്നല്ലേ. അതന്നെ ഫ്ലാഷ്. അല്ല അതന്നെ അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. ഞാൻ വിചാരിച്ചു നീ ഓണാക്കി വെച്ചാൽ. എൻ്റെ ക്യാമറ ഓഫല്ലേ. നിങ്ങൾ തന്നെയല്ലേ അവിടെ ഇപ്പോൾ ഓഫാക്കിയത്. ടൂന്നൊരു സൗണ്ടും കേട്ടു. ചിന്നി കിടക്കുന്ന മരം മറ്റാണോ. ഇങ്ങോട്ട് അടിച്ചേ. അയ്യോ എടാ ഇങ്ങോട്ട് അടിച്ചേ. അല്ല എനിക്ക് ചുവപ്പ് പോലെ ചുവപ്പ് പോലെ തോന്നി. അല്ല എനിക്കിങ്ങനെ ലൈവായിട്ട് സംഭവം കണ്ടുകൊണ്ട് ഒരു ചെറിയൊരു ഇത് വന്നു, പേടി വന്നു. അതെങ്ങനെ ഫ്ലാഷ് ഓൺ ആയത്. ഫ്ലാഷ് ക്യാമറ ഓണായി. റെക്കോർഡിംഗ് ആണപ്പോ. അതെ. അതെങ്ങനെ ഇപ്പൊ ഓഫ് ആക്കിട്ട് വന്നല്ലേ. എനിക്കൊന്നും അറിയില്ല. ഞാൻ കിടക്കാൻ പോവാ. പടച്ചോനെ. അതാ ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ട. നമുക്ക് ദൂരോട്ടൊന്നും പോകണ്ടെന്ന്. കിടക്കല്ലേ. ഈ ക്യാമറ ഇപ്പൊ റെക്കോർഡ് ആയിക്കൊണ്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അത് ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ സൗണ്ടും കേട്ടോ. ഞാൻ ഒന്ന് അവിടെ പോയി നോക്കട്ടെ. നോക്ക്. ആ റെക്കോർഡ് പോടാ. അതെങ്ങനെ. എടാ ഞാൻ ഓഫാക്കിയാണല്ലോ ഈ ക്യാമറ. ഞാൻ ഓണാക്കിയിട്ടില്ല കേട്ടാ. ഇത് ഞാൻ അവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താനെ അത് റെക്കോർഡ് ഓണായി. എങ്ങനെയാന്ന് എനിക്കും അറിയില്ല. ഒരു ചെറിയൊരു ശബ്ദം കിട്ടും. ഫ്ലാഷൊക്കെ തന്നെ കത്തി. ആ ഫ്ലാഷ് ഒന്നും ഇട്ടിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യലേ ഇല്ല. ഞാൻ എന്തായാലും ഓഫാക്കട്ടെ. എന്ത് പറ്റിയപ്പോ എനിക്കറിയില്ല. ഭയങ്കര സംഭവം അത്ഭുതമാണല്ലോ. സത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. അതേ ഞാൻ പറഞ്ഞ
അല്ല സംഭവം എന്താ വെച്ചാൽ പിന്നെ പുള്ളിയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ക്യാമറ അവിടെ കൊണ്ടുവച്ച് ഞാൻ തന്നെ കട്ടാക്കിയതും. അപ്പോൾ പുള്ളിയുടെ ആംഗിൾ കഴിഞ്ഞ് പിന്നെ എൻ്റെ ആംഗിളിൽ ഞാൻ ക്യാമറ അവിടെ കൊണ്ടുവച്ച് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ. ആ സമയത്തുണ്ട് പെട്ടെന്ന് ഒരു സൗണ്ടും ഈ പുള്ളിയുടെ ഫ്ലാഷ് കൊണ്ട് ഓണായി ക്യാമറ റെക്കോർഡിങ്. നിങ്ങൾ പറയുമ്പോൾ എൻ്റെ രോമം ഇങ്ങനെ എണീച്ചിക്കുക. സത്യമായിട്ടും പടച്ചോണാണ് സത്യം. നിങ്ങളിപ്പോൾ അത് പറയുമ്പോൾ ഇങ്ങനെ രോമാഞ്ചം പോലെ ഇങ്ങനെ ഒരു കുളിര് വരൂലേ, ശരിക്കും ഇവിടൊക്കെ ഇങ്ങനെ ഒരു കുളിര് സത്യമായിട്ടും. അല്ല എന്താ വെച്ചാൽ ഞങ്ങൾ ഇതുവരെയും ഫ്ലാഷ് ഇട്ടിട്ട് റെക്കോർഡ് ചെയ്യലില്ല. ഇത് ഫ്ലാഷ് ഓണായി ക്യാമറ റെക്കോർഡിങ് ഓഫ് ചെയ്ത് വന്ന ക്യാമറ ഇവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ക്യാമറ ഓണാവുക. ഇല്ല ഞാൻ വിചാരിച്ചു ആ ഫ്ലാഷ് കത്തണില്ലേ, ഫ്ലാഷ് കത്തണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന് ഓണാക്കി ഇട്ടതായിരിക്കും. പക്ഷെ ഞാനാണ് ഓഫാക്കിയിട്ട് പോകുന്നത്. അപ്പം എനിക്ക് അത്ര പോണില്ല. അപ്പം നീ പറഞ്ഞു ഇതിൻ്റെ ലൈറ്റ് കത്തണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ഇങ്ങനെ നോക്കണത്. ലൈറ്റ് കത്താൻ ഒരു കാരണമില്ലല്ലോ. ഞാൻ ഇവിടെ ഇരിക്കുന്നു, പുള്ളി ഇവിടെ ഇരിക്കുന്നു, പുള്ളി തന്നെ ക്യാമറ അവിടെ കിടക്കുന്ന ക്യാമറ തന്നെ ഓണായി. അതിന്റെ തൊട്ട് പിന്നിൽ ആ ടണലുള്ളത് അവിടെ ഒരു ഗുഹ, അവിടെ ഒരു ഗുഹയുണ്ട് പുറകില്. അതിപ്പോ കാണിച്ചുതരാം. നമുക്ക് എന്തായാലും സെറ്റ് അല്ല, നമുക്ക് ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് എന്തായാലും അതിന്റെ മേളിൽ കയറാം. അപ്പൊ ഞങ്ങളെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഇതിന്റെ മേളിൽ കയറി. ചായൊക്കെ തങ്ങി അതിന്റെ ഇടയിൽ സാറില്ല എന്തോ ഒരു സംതിങ് പറ്റിയിട്ടുണ്ട്. ടെക്നിക്കൽ എറർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്ത് ടെക്നിക്കൽ എറർ? ഇത്രയും നാളില്ലാത്തൊരു ടെക്നിക്കൽ എറർ. അങ്ങനെ പറയാം, അങ്ങനെ സമാധാനിക്കാം. ഞാൻ എന്തായാലും പോയിട്ട് കിടക്കട്ടെ, നല്ല ക്ഷീണുണ്ട്. ഞാനുണ്ട്. ഉറക്കുളിക്കാറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനുണ്ട് കേട്ടോ. എല്ലാം ഉറങ്ങണ്ട, ഞാൻ ഉറങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഉറങ്ങാൻ പറ്റും. ആ സ്ഥലവും ഒരു ഭയങ്കര സ്ഥലമല്ല. എനിക്ക് ശരിക്കും കുളിരായി കേട്ടോ. അതെ, ആ റിയലായിട്ട് പോയാണ്. എന്തായാലും സംഭവം എന്തായാലും നടന്നല്ലേ, ഞങ്ങൾ ഉണ്ടാക്കി പറയുന്നില്ലല്ലോ. അല്ല അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ എന്താ പറഞ്ഞാൽ നിങ്ങളിപ്പം കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കുമ്പോൾ ക്യാമറ ഓൺ ആയതാണെങ്കിലും ഓക്കെ, ഞങ്ങളോട് അത് മറന്നു പോയതായിരിക്കാം എന്തെങ്കിലും. ഞങ്ങൾ ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്യാമറ അങ്ങ് ഓണാകാന്ന് പറഞ്ഞാൽ അതല്ല പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും പേടിയില്ലാണ്ടില്ല, പക്ഷെ പേടിയല്ല, ഒരു ആകാംക്ഷ എന്താ നടന്നതെന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ആകാംക്ഷയൊന്നുമില്ല, എനിക്ക് ശരിക്കും പേടിയാവണം. നമുക്ക് എന്തായാലും ഇതിന് മേളിൽ കയറിയാലോ. എന്തായാലും ഞാൻ കിടക്കാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നിട്ടിരിക്കാൻ കിടക്കാൻ പോവാ. ഈ ലൈറ്റൊക്കെ ഇവിടെ നിന്ന് എടുക്കട്ടെ. ഒക്കെ എന്തിനാ ഇവിടെ? എന്തായാലും നമുക്ക് കാത്ത് ലൈറ്റ് ഓഫ് ചെയ്യണ്ട കേട്ടോ. ഇത് നിൽക്കൂലേ ബാക്കപ്പ്? ഇത് നിൽക്കും ചെറുത്. ആ ചെറുത്. തണുക്കുണ്ടോ? നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ടോ? നല്ല തീയിട്ടിട്ടില്ലല്ലോ. കുറച്ചുകൂടി കിടന്നു തുടങ്ങിയിട്ടൊക്കെ പോവാ. ഇപ്പോഴേ എഴുന്നേറ്റ് പോകണ്ട. കിടക്കല്ലേ കുറച്ചേരം. ഞാനെന്നാ അങ്ങോട്ട് പോയിട്ട് നോക്കട്ടെ. നല്ല മയിലുകൾ കരയുന്ന ശബ്ദങ്ങൾ. നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറയുടെ ചാർജ് തീർന്നു. പിന്നെ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഇവിടെ. ഇന്നലെ അവൻ്റെ ഫോൺ അറിയാതെ റെക്കോർഡിംഗ് ആയി പോവുക, പിന്നെ അവൻ്റെ ലൈറ്റ് വീണുപോയി, അവൻ്റെ മൈക്ക് വീണുപോയി, അവൻ ഉരുണ്ട് പിടച്ച് താഴെ വീണു. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എന്തോ ഒരു മാഗ്നറ്റിക് പവർ ഇന്നലെ ഉണ്ടായി, എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ ഞങ്ങളെന്തായാലും
ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. എന്തായാലും കുറച്ച് നേരം കൂടിയൊക്കെ ഇവിടെയെങ്കിലുമൊക്കെ നോക്കട്ടെ. ഞാൻ ഇവിടെ ഒരു ഗുഹ പോലൊരു സ്ഥലമുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. രാവിലെ നമ്മളിരുന്നതിൻ്റെ തൊട്ട് തന്നെയാണ്. ഈ സൈഡിലാണ് ഒരു ഗുഹയുള്ളത്. ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ നടന്നു പോകണൊരു, ഇങ്ങനെ 2 പാറയെടുക്കാണ്, അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ നടന്നു പോകുന്ന വഴിയുണ്ട്. എനിക്ക് തോന്നുന്നു പന്നിയായിരിക്കും. പക്ഷെ എന്തൊക്കെയോ ഒരു പവർ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഇവിടെ. എന്ന് വെച്ചാൽ അതുപോലൊരു കാടല്ലേ. വേറെ പ്രേതോ പിശാചോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു മൈനസ് ഇവിടെ നടന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ എൻ്റെ ക്യാമറ അങ്ങനെ ചാർജ് ഇല്ലാണ്ട് ഓഫായിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല. പക്ഷെ ഇന്നലെ അവൻ്റെ വീഡിയോ പിന്നെ 2 വട്ടം പറഞ്ഞ പോലെ ഫ്ലാഷ് ലൈറ്റ് ഓണായി ഓട്ടോമാറ്റിക്കലി റെക്കോർഡായി. ഭയങ്കര അത്ഭുതം, അവന് തന്നെ ഭയങ്കര അത്ഭുതം. അങ്ങനെ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതും പിന്നെ വന്ന പാട് ലൈറ്റ് വീണ് പോയി, ലൈറ്റ് ഉരുണ്ട് താഴെ പോയി. പിന്നെ അവൻ്റെ മൈക്ക് വീണ് പോയി. പിന്നെ ഇവൻ ഉരുണ്ടുപെട്ട് താഴെ വീണു. എന്തൊക്കെയോ സംഭവിച്ചു ഇന്നലെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം. ഇനി ഞങ്ങൾ പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ ഇറങ്ങി പോവുള്ളൂ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ വീഡിയോ എല്ലാവരും കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളങ്ങ് പോവും. അവൻ അങ്ങോട്ടോ പോയതാണ്. മയിലിൻ്റെ ശബ്ദം കേട്ടിട്ട് മയിലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. മയിലിനെ കിട്ടുമൊന്നുമില്ല, മയിൽ ദൂരം നിടുന്ന കാര്യമാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഞാനൊന്ന് പോയി നോട്ടെ.